ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 11 റിവ്യൂ ആണ്. ഈ ചില സമയത്ത് ഗിസേലിനെ കാണുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നും. അവരുടെ ആ ഒരു പ്രകടനങ്ങളൊക്കെ, അവർക്ക് ആ ഒരു മേക്കപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. തുടരും സിനിമയിൽ ശോഭന ലാലേട്ടനെ കുറിച്ചിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, അതുപോലെ ഒരു ഡയലോഗാണ് എനിക്ക് ഗിസേലിൻ്റെ ചില പ്രകടനം കാണുന്ന സമയത്ത് തോന്നുന്നത്. അന്ത് ആൾക്ക് മേക്കപ്പ് എന്നാൽ കിളി പോവും. അത്ര അധികം പരിപാടികളാണ് ഈ മേക്കപ്പുമായി ബന്ധപ്പെട്ട് ഗിസേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഗിസേൽ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടോ, ഉപയോഗിക്കുന്നില്ലയോ, എന്താണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് പ്രേക്ഷകർക്കും ബിഗ് ബോസിന് പോലും കണ്ടസ്റ്റൻസിനും ഒക്കെ ഒരു അഭ്യൂഹമാണ്. മൊത്തത്തിലൊരു ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നില്ല എവിടെയാണ് ഇവർ ഈ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവർ ചെറിയ എന്തൊക്കെയോ സാധനങ്ങൾ മേ ബി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടാവും, അതിലുള്ളതാവും ഈ ഒരു ഫൗണ്ടേഷൻ്റെ എന്തെങ്കിലുമൊക്കെ സംഭവം, എന്തൊക്കെയോ മൊത്തത്തിലുണ്ട്. അനുമോൾ ഏതായാലും അത് കണ്ടുപിടിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇന്നങ്ങ് ഇറങ്ങി. എന്നാലും പൂർണ്ണമായിട്ട് അവർക്ക് ഒരു ഉത്തരവൊന്നും കിട്ടിയില്ല. എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു ബിഗ് ബോസിനോട് ഗിസേൽ തൻ്റെ ഒരു വിഷമം പറയുന്നു. കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത്ര തെറ്റ്, അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നല്ലോ, അവർ ബീട്രൂട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫെഷൻ നടത്തുകയാണ്. കൺഫെഷൻ റൂമിലല്ലാതെ ബാത്റൂമിൽ വെച്ചിട്ട് ഒരു കൺഫെഷൻ. മൊത്തത്തിൽ ഗിസേലും മേക്കപ്പും പരിപാടികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഗെയിമിലെ പാർട്ടിസിപ്പേഷനെ ഇപ്പോൾ രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, മോർണിംഗ് ടാസ്കിൽ ഈ പച്ചില പഴുത്തില ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് സേഫ് ഗെയിമർ ആരാണ്, അതേപോലെ തന്നെ ഏറ്റവും മികച്ച ഗെയിമർ ആരാണ് എന്നൊക്കെ കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു പരിപാടിയാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറേയധികം ആളുകൾ ഗിസേലിനെ ഒരു നല്ല ഗെയിമറായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഗിസേലിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാർ ഇവിടെ വന്നിരിക്കുന്നത് കപ്പടിക്കാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനോ ഒന്നുമല്ല. അവർ ആ ഒരു ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് മനോഹരമായിട്ട്. അവർക്ക് 100 ദിവസം നല്ല ഭംഗിയായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി മിടുക്കിയായിട്ട് മലയാളികൾക്ക് മുൻപിൽ നടക്കാനായിരുന്നു ആഗ്രഹം. ആ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് അവർ നിൽക്കുന്നത് എന്ന് വിചാരിച്ചു പോകും. കാരണം അവർ ഈ റൂള് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരെന്ത് വിചാരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സർവൈവലിനത് ബാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പലപ്പോഴും ചിന്തിക്കുന്നില്ല. അവരുടെ ഒരു പ്രൈമറി പരിപാടി, അവരുടെ ഉദ്ദേശം അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ മോർണിംഗ് ടാസ്കിൽ അനുമോൾ ഒരു സേഫ് ഗെയിമറായിട്ട് പല ആളുകളും പറഞ്ഞു എന്നുണ്ടെങ്കിലും അനുമോളാണ് തനിക്കൊട്ടും സേഫ് അല്ലാത്ത രീതിയിൽ ഗിസേലിനെതിരെ 2 വാക്ക് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഗിസേൽ അനുമോളെ ഒരു പ്രതിയോഗിയായിട്ട്, ഒരു കോമ്പറ്റീഷനായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനുമോൾ എങ്ങനെയാണ് ഒരു സേഫ് ഗെയിമർ ആവുന്നത്? അനുമോളും ഗിസേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗിസേൽ തുറന്നു പറയുന്നുണ്ട്, അനുമോൾ ഗിസേലിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ മേക്കപ്പിൻ്റെ ഇഷ്യൂ മാത്രമേ എനിക്ക് തോന്നുന്നു അതിനിടയിൽ വലിയ കാര്യമായിട്ടുള്ളൂ, വേറെ ഒരു സംഗതിയില്ല. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അതിന് മുൻപ് എപ്പിസോഡിൽ കാണിക്കാത്ത മോർണിംഗ് ടാസ്കിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റികളിൽ ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ കാര്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമാവുന്ന കുറേയധികം പരിപാടികൾ നടക്കാറുണ്ട്. ഈ സഹ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അവരുടെ ഗെയിമിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള കുറേ ആക്ടിവിറ്റികളുണ്ട്. എന്തിനാണത് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇവർ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്താണ് ഇവരുടെ ഗെയിം പ്ലാൻ, ആ ഒരു പ്ലാൻ വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ 3 കാര്യങ്ങളാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. സഹ കണ്ടസ്റ്റൻസിനിടയിൽ നിന്നിട്ട് തിരഞ്ഞെടുക്കണം ആളുകളെ. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളെ പറയണം, അതേപോലെ തന്നെ ഏറ്റവും ശല്യക്കാരനായിട്ടുള്ള ഒരാളെ പറയണം, സേഫ് ഗെയിം കളിക്കുന്ന ആളെ ചൂണ്ടിക്കാണിക്കണം. ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഓരോ ആളുകളും ആരെയൊക്കെ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നില്ല. അതിനകത്ത് കോമൺ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഒരു സേഫ് ഗെയിമറാണ് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അതിനൊരു സേഫ് ഗെയിമറാണ് എന്ന് ഇതിനോട് വലിയ അഭിപ്രായമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഗിസേലിനെ ഒരു നല്ല ഗെയിമറായിട്ട് പല ആളുകളും കൺസിഡർ ചെയ്യുന്നുണ്ട്, അപ്പാനി ശരത്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹ കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണയൊക്കെ കിട്ടിയല്ലോ. അതേപോലെ തന്നെ ഏറ്റവും മോശം ഗെയിമർ, അത് പിന്നെ നമുക്കറിയാം, പ്രഡിക്റ്റബിളാണ് അനീഷ്. അതിൽ അനു മാത്രമാണ് അനീഷ് ഒരു നല്ല ഗെയിമറാണ്, അനീഷ് ഒരു ഗെയിമറാണ് എന്നുള്ളത് പറഞ്ഞത്. അതേപോലെ തന്നെ നിവിൻ സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. ആക്ച്വലി നിവിനും സേഫ് ഗെയിം കളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം നിവിനും അത്യാവശ്യം റിസ്ക് ഒക്കെ എടുത്ത് നിവിൻ്റെ ഒരു പരിമിതികളിൽ നിന്നിട്ടും സാധ്യതകളിൽ നിന്നും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്ക് ഓരോ ബലഹീനതയല്ലേ. ഗിസേലിനും മേക്കപ്പ് ഒരു ബലഹീനത പോലെ നിവിനും ഭക്ഷണം ഒരു ബലഹീനതയാണ്. ഭക്ഷണം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ
ഉറങ്ങുന്ന സമയം വരെ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പിസോഡിൽ കണ്ട അദ്ദേഹം പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കി കഴിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് അത്രയധികം ആളുകൾക്കിടയിൽ നിന്ന്, അനീഷിനെ പോലുള്ള ആളുകൾക്കിടയിൽ നിന്നൊക്കെ ഭക്ഷണം അടിച്ചു മാറ്റി കഴിക്കാനായിട്ടുള്ളൊരു സ്കില്ല്. കാരണം അയാൾക്ക് മുൻഗണനയുള്ള ചില കാര്യങ്ങളാണ്. അതൊക്കെ നിവിൻ്റെ ഒരു രസകരമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ നിവിനെ കുറിച്ചിട്ട് കുറച്ച് പരാതികളും കുറച്ച് വിലയിരുത്തലുകളും ഒക്കെ നിവിന് ഗുണകരമല്ലാത്ത രീതിയിലുണ്ട്. നിവിൻ്റെ ഒരു ഫെമിനിൻ സൈഡിനെ കുറിച്ചിട്ട് നിവിൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു. സ്റ്റോറിയെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം അതൊക്കെ ഓരോ ആളുകളുടെ സ്റ്റോറിയാണ്. അപ്പോൾ ഓരോ ആളുകളുടെ സ്റ്റോറിയാണെന്ന് പറയുമ്പോഴും ആ ഒരു സ്റ്റോറിയിൽ കയറി ജഡ്ജ്മെൻറ്റുകൾ നടത്തുന്ന അനീഷിനെ കുറിച്ചിട്ട് കണ്ടസ്റ്റൻസ് വിമർശനം ഉന്നയിക്കുന്നത് കേട്ടിരുന്നു. സരിക സ്റ്റോറി പറഞ്ഞ സമയത്ത് അനീഷ് അതിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ സ്റ്റോറിയിൽ നമ്മൾ എന്തിനാണ് കയറി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് അവിടെയുണ്ട്. ഇനി നിവിനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിവിൻ്റെ പെരുമാറ്റം കുറേയധികം ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക്, സ്ത്രീകൾക്ക് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല. നിവിൻ വളരെ ഫ്രീഡത്തോടെ തന്നെ എല്ലായിടത്തും ചെല്ലുന്നു, എല്ലാ ബെഡും ഉപയോഗിക്കുന്നു. അപ്പോൾ അതിലൊക്കെ ചില അതൃപ്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിവിൻ വെസൽ ടീമിൽ വന്ന സമയത്ത് പാത്രങ്ങൾ കഴുകാനായിട്ട് മടി കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ന്യായമാണ്, എല്ലാ ആൾക്കാരും ഓരോരോ പാത്രങ്ങൾ കഴുകി വയ്ക്കണം. പക്ഷേ ഒരു ഷോയാണ്. ഇതിലൊരാൾ ഒരു ടാസ്കിന് അസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ആ ഒരു ടാസ്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അയാളുടെ ഗെയിമിനെ നശിപ്പിക്കാൻ വേണ്ടിയും അയാളെ പ്രഷർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണല്ലോ ഈ ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്തു നിന്ന് കൂടുതൽ ഒരു നന്മയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതൊക്കെ മര്യാദയാണ്, നന്മയാണ്, അതൊക്കെ വേണ്ടതാണെന്ന് ആളുകൾ പറയുമെന്നുണ്ടെങ്കിലും അങ്ങനെ നന്മ നിറഞ്ഞ എല്ലാവരും ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും പോയി കഴിഞ്ഞാൽ വളരെ ബോറിങ് സീസണാണെന്ന് ആളുകൾ പറയുകയും ചെയ്യും. ഇപ്പോൾ ഈ നല്ല ഗെയിമറെ കണ്ടസ്റ്റൻസ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ടാസ്ക് കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നന്നായിട്ട് ആളുകളോട് ഇടപെടുന്ന ആൾക്കാർ. പക്ഷെ പുറത്തുള്ള ഭൂരിപക്ഷം പ്രേക്ഷകരും ഈ നല്ല ഒരു ഗെയിമറെയൊക്കെ വിലയിരുത്തുന്നത് ഈ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ വെറുപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് ആനന്ദം ലഭിക്കുന്ന തരത്തിലേക്ക് പെർഫോം ചെയ്യുന്ന, ബാക്കിയുള്ള ആളുകൾ വെറുപ്പിക്കുന്ന ഒരാളെയാണ് പലപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അനീഷ് നയിക്കുന്ന കിച്ചൺ ടീം നല്ല ശോകമാണ്. അവരുടെ എക്സ്പീരിയൻസ് കുറവ്, അവരുടെ കോർഡിനേഷൻ ഇല്ലായ്മ, അതേപോലെ തന്നെ അനീഷിൻ്റെ പ്രയോറിറ്റി ആയിട്ടുള്ള എല്ലാവരും വെറുപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി ഒരു പണിക്കിടയിലും കൂടെ വരുമ്പോഴത്തേന് അത് മൊത്തത്തിൽ കുളമാണ്. ഈ ഗിസയിലൊക്കെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർ വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം ഭക്ഷണം വളരെ വൈകിയാണ് ലഭിക്കുന്നത്. ഇന്നലെയോ ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു പാചക പരീക്ഷണത്തിന് ആത്മാർത്ഥമായിട്ട് ഗിസയിൽ സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് അത് ഒത്തിരിയധികം നീണ്ടുപോയി. അതേപോലെ തന്നെ ആ ഒരു ഭക്ഷണം നല്ല രീതിയിൽ വന്നില്ല. അപ്പോൾ കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്ക് അതൃപ്തിയുണ്ട്. വിശന്ന് കഴിഞ്ഞാൽ പല ആളുകളും അവരല്ലാതായി മാറാറുണ്ട്. ശാരികയുടെ ആ ഒരു ഹോട്ട് സീറ്റ് പരിപാടിയിലേക്കൊക്കെ തിരിച്ചു വന്നതായിട്ട് നമ്മൾ എപ്പിസോഡിൽ കണ്ടു. നല്ല രീതിയിലുള്ള വിമർശനം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കിച്ചണിൽ അനീഷും ഗിസയിലും തമ്മിലുള്ള ഒരു അലമ്പാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ഇന്നത്തെ മൊത്തം ദിവസത്തിൽ പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഗിസയിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ, ഇപ്പോൾ ബിൻസി ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ അനീഷ് ഒരു കാര്യം ചെയ്യുന്നു, അത് റോങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പെട്ടെന്ന് അങ്ങ് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ചില ആളുകൾക്ക് ഈ ഒരു ബോസി വോയിസ് എന്നുള്ളതാണ് അനീഷ് പറയുന്നത്, അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. ശരിക്കും ഗിസയിൽ ബോസിയാണോ? യെസ്, ഗിസയിൽ ഒരു ബോസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗിസേലിനെ കുറേയധികം ആളുകൾക്ക് ഇഷ്ടം. ഗിസേലിനോട് ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടോ അല്ലെങ്കിൽ ഗിസേലിനോട് വഴക്കുണ്ടാക്കാനായിട്ടോ മടിയാണ്. എനിക്ക് തോന്നുന്നു അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അവർ നല്ല ഹൈറ്റുള്ള ഒരാളാണ്. പൊതുവെ നല്ല ഹൈറ്റുള്ള ഒരാൾ വന്നിട്ട് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പല ആളുകളും അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഹൈറ്റുള്ള ആളുകൾക്കുള്ള ഒരു എക്സ്ട്രാ പ്രിവിലേജാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അലമ്പുണ്ടായതിനു ശേഷം അനുമോൾ അവിടെ ആളുകളെ കുറിച്ചിട്ട് പറയുന്നത് എല്ലാ ആളുകൾക്കും ഗിസേലിനെ പേടിയാണ് എന്നുള്ളത്. ശരിക്കും ഒരു പേടിയുണ്ട്, ഒരു ചെറിയ അകൽച്ചയുണ്ട്, ബഹുമാനമുണ്ട് ഗിസേലിനോട് ആളുകൾക്ക്. എന്തുകൊണ്ടാണ് ആ ബഹുമാനം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ബഹുമാനിക്കത്തക്ക തരത്തിലേക്കുള്ള കാര്യങ്ങൾ അധികം ഗിസേൽ ഇപ്പോൾ ചെയ്യുന്നില്ല. രാവിലെ തന്നെ ഗിസേലിൻ്റെ മേക്കപ്പുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങൾ പിടിക്കാൻ വേണ്ടി പല ആളുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അനു, നോറ, ആദില, ഷാനവാസ് എന്നിവർ അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത് എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഷാനവാസ് പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഏറ്റുപിടിക്കാം എന്നുള്ള ഒരു ഓഫറൊക്കെ നൽകിയിരുന്നു. ഏറ്റുപിടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ഈ ബോസി ടൈപ്പ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കാം ആ ഒരു ഷോട്ട് അവിടെ ഇട്ടത്. അത് പെർഫെക്റ്റ് ആയിരുന്നു.
ഗിസേലിൻ്റെ പെട്ടികളിൽ നിന്ന് സാധനങ്ങൾ എടുത്തോ എന്ന് ഗിസേൽ വന്ന് അനുവിനോടും ഷൈറ്റയോടും ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. അത് നമുക്ക് കാണുന്ന സമയത്ത് തന്നെ ചെറിയൊരു പകപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പകപ്പ് ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാവും. മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള 6 ആളുകൾക്ക് സേഫ് ആകാനായിട്ടുള്ള ഒരവസരം കുറച്ച് ഗെയിമുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സഹായികളെ വെച്ചിട്ടാണ് ഗെയിം കളിക്കേണ്ടത്. ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സഹായികളെ വളരെ സൂക്ഷിച്ചെടുക്കണം, സഹായികളാണ് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇനിയുള്ള ആകെ പ്രതീക്ഷ, നല്ല സഹായികളല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈ 6 ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അനൗൺസ് ചെയ്യുന്നതാണോ? അല്ല, ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇൻക്ലൂഡിങ് സഹായികൾ, അവരും ഗെയിമേഴ്സാണ്, അവർക്കും കൂടെ ഉള്ളൊരു മെസ്സേജാണ്. സഹായികൾ മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ അനീഷൊക്കെ അപ്പാനി ശരത്തിനെയും അനുവിനെയൊക്കെ വിളിക്കുന്ന സമയത്ത് നൻപനെ പോലെ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി ശരത്തും അനുവിൻ്റെ ഓടി അനീഷിന് പോയി പണി ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയാണ്, ആദ്യഘട്ടത്തിൽ ചിന്തിക്കാം. ഇപ്പോൾ അനീഷ് ഇത്ര സ്നേഹത്തോടെ വിളിച്ചിട്ട് അതിലൊരു നെഗറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? പക്ഷെ അതല്ല, ഗെയിമാണ്. അവിടെ വെച്ച് തന്നെ സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അനീഷിൻ്റെ ആ ഒരു കോൺഫിഡൻസിനെ ചോദ്യം ചെയ്യാം, ഒരു പ്രതീക്ഷ ഇട്ട് കൊടുക്കാം, ഇതൊരു ഗെയിമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാം. അതിനുശേഷം ആ ഒരു ഗെയിമിൽ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പണി കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരെല്ലാവരും അപ്പോഴത്തേനും ഗെയിം മറന്നിട്ട് വേറെ എന്തോ ഒരു ടാസ്ക്, ഞങ്ങൾക്ക് എന്തോ പോയിന്റ് കിട്ടാനായിട്ടുള്ള ടാസ്ക്കാണ് എന്നുള്ള രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ശരിക്കും അവരെന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് പോയിന്റ് കിട്ടാനായിട്ടുള്ള ടാസ്ക് അല്ല, അവർക്ക് അപ്രിസിയേഷൻ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഈ ആളുകളുടെ ഒരു സ്നേഹം കിട്ടുമായിരിക്കും. ഇത് മറ്റുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ടാസ്ക്കാണ്. എല്ലാ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല ഈ പറയുന്ന കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് ഇന്നലെ കളിച്ചിരുന്നു. അപ്പം അനീഷിൻ്റെ ടീമിന്, ശരത്തിനും അനുവിനും കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കാമെന്നുള്ളൊരു മൈൻഡിലാണ്. പിന്നെ ഈ എപ്പിസോഡ് ഇന്നലത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മൈൻഡ് ഗെയിമുകൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മൈൻഡ് ഗെയിം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അക്ബർ, അതേപോലെ തന്നെ ഷാനവാസ്, അതേപോലെ പെട്ടെന്ന് വരുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് ആളുകളുടേത് എന്ന് വേണമെങ്കിൽ പറയാമെന്നുണ്ടെങ്കിലും ഇവർക്ക് മൈൻഡ് ഗെയിമേ ഉള്ളൂ. മിക്കവാറുള്ള ആളുകൾക്ക് മൈൻഡ് ഗെയിമേ ഉള്ളൂ, ബ്രെയിൻ ഗെയിം ഇല്ല. ബിഗ് ബോസ് എന്തെങ്കിലും ഒരു കാര്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഇവർ ചിന്തിക്കില്ല. ഇപ്പം ഈ ഫ്രിഡ്ജ് കോൾഡ് വാർ ടാസ്കിൽ ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് സാധനങ്ങൾ നിറയ്ക്കാൻ വേണ്ടി പറയുന്നു. കോൾഡ് വാർ ടാസ്ക് ഫ്രിഡ്ജ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ സാധനങ്ങൾ നിറയ്ക്കാൻ പറയുന്നു. അതേപോലെ തന്നെ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജിൽ വേണ്ട സാധനങ്ങളോ അല്ലാത്ത സാധനങ്ങളോടെ മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് കോമൺ സെൻസിൽ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് എങ്കിലും ഉള്ളത്. ഫ്രിഡ്ജ് നിറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും ഒരു ബോണസ് ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ. എന്നാൽ ഈ ടീം ലീഡേഴ്സ്, ഇപ്പോൾ അനീഷും ഷാരികയൊക്കെ അവരുടെ ടീമിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു. എന്നാൽ അവരും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അവർക്കും ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ തലയിൽ ഐഡിയ കത്തിക്കാനായിട്ടോ പറ്റുന്നില്ല. എന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഈ ബിന്നിയും നോറയും കൂടെ വലിയ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഫ്രിഡ്ജ് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അഭിലാഷ് വലിയ ടെഡി ബെയറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിൽ മറ്റൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു അടി ഉണ്ടായിരുന്നു, എപ്പിസോഡിൽ കാണിച്ചില്ല. അപ്പാനി ശരത്ത് ഒരു ടൂൾ ബോക്സ് എടുത്ത് അതിനകത്ത് വയ്ക്കുന്നു. അപ്പോൾ ടൂൾസ് എല്ലാം സെപ്പറേറ്റ് എണ്ണണം എന്നുള്ളൊരു ആവശ്യം വരുന്നു. അപ്പോഴത്തേക്ക് ബിൻസി ബ്രെഡിൻ്റെ പാക്കറ്റിലെ ബ്രെഡെല്ലാം സെപ്പറേറ്റ് എണ്ണണം എന്നുള്ള വാദം ഉന്നയിക്കുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്, നിങ്ങൾക്ക് വെറൊരു പെട്ടി തന്നാൽ മതിയായിരുന്നു, ഇങ്ങനെ സാധനങ്ങൾ വെറുതെ വാരി നിറയ്ക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ. ഫ്രിഡ്ജാണ് തന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധനങ്ങളാണ് എണ്ണേണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധനങ്ങൾ എണ്ണിയ സമയത്ത് അനുവിനും ശരത്തിനും കൂടെ നമ്മുടെ അനീഷിന് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റിയത് 24 സാധനങ്ങളാണ്. നെവിനും അബിയും കൂടെ ചേർന്ന് ചെയ്തത് 23 സാധനങ്ങളാണ്. അക്ബർ ഷാനവാസ് 47. ഒനിലിന് വലിയ സന്തോഷമാണ് അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും പെർഫോമൻസിൽ. ശരിക്കും ഒനിലിനെ പറഞ്ഞു വിടും, അവൻ പോകുന്ന സമയത്ത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞവന്മാരാണ് ഒനിലിന് 47 സാധനം പറക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഗിസേൽ ആര്യൻ 37, ശൈത്യ ബിൻസി 31, അതേപോലെ തന്നെ ബിന്നിയും നോറയും കൂടെ ഷാരിയയ്ക്ക് വേണ്ടി 19. അപ്പോൾ ഈ ടീമിൻ്റെ റാങ്കുകൾ, ഒനിൽ ഫസ്റ്റ് അടിച്ചു 6 പോയിന്റുകളുണ്ട്, റെന ഫാത്തിമയ്ക്ക് 5 പോയിന്റുകൾ, രേണു സുധിക്ക് 4, അനീഷിന് 3, സരികയ്ക്ക് 2, ഷാരികയ്ക്ക് 1. അപ്പോൾ ഈ മിഡ് വീക്ക് സസ്പെൻഷനിൽ ഉള്ള 6
കണ്ടസ്റ്റൻസിനും സഹായികളെ മാറ്റാനുള്ള ഒരു അവസരം തരാമെന്ന് ബിഗ് ബോസ് പറയുന്നു. ബിഗ് ബോസ് പറഞ്ഞു, ഇങ്ങനെ ആളുകൾ പരാതി പറയുന്നത് കേട്ടിരുന്നു, നിങ്ങൾക്കിപ്പോൾ ഒരു അവസരം തരാം. അപ്പോൾ നിലവിൽ തൻ്റെ ടീമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം, എന്താണ് അവസ്ഥ എന്നുള്ളത് അവിടെ പറയാം. അപ്പോൾ ആദ്യം തന്നെ വന്നത് ഒനിലാണ്. വളരെയധികം ഹാപ്പിയാണ്. ഒനിലിന് ആ ഒരു ടീം തന്നെ മതി എന്ന് പറയുന്നു. ഷാരിക വരുന്നു, ബിന്നിയെ കുറിച്ചിട്ട് പറയുന്നു, ബിന്നിയെ വേണ്ട. ആദില നൂറാണെങ്കിലും മതിയായിരുന്നു. ബിന്നിയുടെ ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയി. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ ആദില നൂറ, അതേപോലെ തന്നെ ബിന്നി, ഷാരിക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമാണ്. അതിൽ ബിന്നി ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബിന്നി ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ബുദ്ധി ആ ഒരു രീതിയിലേക്ക് പോയില്ല എന്നുള്ളത് അവരുടെ മാത്രം ഒരു തെറ്റായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടത്. ആക്ച്വലി അവർക്കും പറയായിരുന്നു, ഷാരികയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വെറുതെ അവിടെ നിൽക്കായിരുന്നല്ലോ, എന്തെങ്കിലും പറയായിരുന്നു. പിന്നീട് അനീഷ് വന്നു. അതാണ് ഇന്നത്തെ മെയിനായിട്ടുണ്ടായിരുന്ന സംഭവം. അനീഷ് ഇന്നലെ ഒക്കെ അവരെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്ത് അപ്രിഷ്യേറ്റ് ചെയ്ത് നിന്ന ആളാണ്, ഇന്നലെ രാത്രിയിലൊക്കെ. എന്നിട്ട് ഇന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കേണ്ടതുണ്ട്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ ഇവർ ഗെയിം കളിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു പോയി. അനുമൊക്കെ അങ്ങനെ കളിച്ചതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അപ്പാനി ശരത്തും അതേപോലെ തന്നെ അനുമോളും ഒക്കെ എന്തോ അവരുടെ സ്വന്തം ജ്യേഷ്ഠൻ തള്ളി പറഞ്ഞതുപോലെയുള്ള പ്രകടനങ്ങളായിരുന്നു. അവരോട് എന്ത് ഗെയിം കളിക്കാനാണ് പറഞ്ഞത്? ഇവരെ സേഫ് ആക്കാനായിട്ടുള്ള ഗെയിം കളിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റ് നേടാനായിട്ടോ അല്ല പറഞ്ഞത്. ഇപ്പോൾ ഇവരെന്തോ വിശ്വാസം നേടാൻ വേണ്ടിയുള്ള ഒരു കളി കളിച്ചതുപോലെയുള്ള പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. അപ്പാനി എപ്പോഴും ബിഗ് ബോസിനോട് ചോദിക്കുന്നു, എനിക്കിത് തിരിച്ചു പറയാനുള്ള അവസരം ഉണ്ടോ? ബിഗ് ബോസ് പറഞ്ഞോ, ഇവിടെ അലമ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തന്നെ അപ്പാനി വേദിയിലേക്ക് വരുന്നു, അനീഷിനെ കുറേ പറയുന്നു. അനീഷ് എന്തെങ്കിലും പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള മറ്റേ ഡയലോഗ്, മിണ്ടായിരടാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്. അതിനിടയ്ക്ക് അപ്പാനി പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പാനി ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവനാണ് അത് സമ്മതിക്കാതിരുന്നത്. എന്നിട്ട് അവനിപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പാനിക്ക് വളരെയധികം വിഷമവും കാര്യങ്ങളൊക്കെ ആയി. ശരിക്കും അപ്പാനി ശരത്തെന്ന് പറയുന്നത് എനിക്കറിയില്ല എത്ര നാളിവിടെ നിൽക്കും. ബാക്കിയുള്ള ആൾക്കാർ പുള്ളിക്കാരനെ പറ്റിക്കും. കാരണം പുള്ളിക്കാരൻ വളരെയധികം ജെന്യുവനാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പുള്ളി വളരെ റിയലായിട്ട് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. വൾണറബിലിറ്റീസ് ഒക്കെ കറക്റ്റായിട്ട് കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കാൻ പറ്റും. പുള്ളിയുടെ വീക്ക് പോയിന്റ് എന്താണ്, എല്ലാ ആൾക്കാരും അവരുടെ സഹായികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് കംഫർട്ടബിളാണ് അവരുടെ സഹായികൾ. ഇപ്പോൾ ഈ ഷാരികയും അനീഷും ഒക്കെയാണ് ഏറ്റവും പ്രശ്നമായിട്ട് പറഞ്ഞത്. അപ്പോൾ സഹായികളെ ഇനി മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടിട്ടെടുക്കും, നറുക്കിട്ടെടുക്കും. റന ഫാത്തിമയ്ക്ക് ബിന്നിയെയും ശരത്തിനെയും കിട്ടി. സരികയ്ക്ക് അനുവിനെയും അക്ബറിനെയും കിട്ടി. അക്ബർ എന്നാണ് ഇപ്പോൾ അവിടെ കുറേയധികം ആളുകൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഷാനവാസ് പറയുന്നത് കേട്ടിട്ടായിരിക്കും ഇവർ അക്ബർ എന്ന് പറയുന്നത്. രേണു സുധിക്ക് ഷാനവാസും നെവിനും, ഷാരികയ്ക്ക് ബിൻസി അഭിലാഷ്, ഒനിലിന് ആര്യൻ ആൻഡ് ഗിസേൽ അത്യാവശ്യം മാരിച്ച് കിടന്ന ഗെയിം കളിക്കുന്ന ടീമുകളാണ്. അനീഷിന് ശൈത്യ, ആദില, നോറ. എല്ലാവരും കിടന്ന് കൂവുന്നു. എന്താണ് ശൈത്യ, ആദിലയും നോറയും അത്രയധികം വീക്കായിട്ടുള്ള ഗെയിമേഴ്സാണ് എന്നുള്ളതാണോ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത്? അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരടക്കം കൂവുന്നുണ്ട് അനീഷിന് ഈ പറയുന്ന ആൾക്കാരെ കിട്ടിയപ്പോഴത്തേന്. അതിന് ബാക്കി കാര്യങ്ങൾ ഞാൻ കണ്ടില്ല. ഇനിയിപ്പം ഇവരുടെ ഇടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് അറിയില്ല. ഇതിന് ശേഷം എപ്പിസോഡിൽ കണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു, എൻ്റെ ശത്രുവാണ് ശരിക്കും അനീഷ്, എൻ്റെ ശത്രു ആവേണ്ടവനാണ്, എന്നിട്ടാണ് ഞാൻ അവന് വേണ്ടി ഗെയിം കളിച്ചത്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ അപ്പാനി ശരത്ത് പറയുന്നു. അതേപോലെ തന്നെ ഷാനവാസ് പറയുന്നു, ഇവരെ നീ ഇനി ചതിക്കരുത്, ഇവരെ നീ തള്ളിപ്പറയരുത്. ശരിക്കും അനീഷ് ഗെയിമാണ് കളിക്കുന്നത്. അനീഷ് വളരെ അധികം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഗെയിമിനെ നോക്കിക്കണ്ട് കളിക്കുകയാണ്. ഇവർ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇവർ ചില സമയത്ത് വളരെ ക്രൂക്ഡായിട്ട് അനീഷിനേക്കാളും മോശമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജികൾ ഇറക്കും. എന്നാൽ ചില സമയത്ത് ഇവർ വലിയ നന്മമരങ്ങളാവും. വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടിൽ കിടന്ന് ചാട്ടി കളിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിനൊപ്പമാണ്. അനീഷിന് ഒരൊറ്റ നിലപാടേ ഉള്ളൂ, ഗെയിമിന് വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കും. ഒരു സ്നേഹവും ഇല്ല, ഒരു ഇമോഷൻസും ഇല്ല എന്ന് പറയുന്ന ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ആ ഒരു നിലപാട് മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ചും കൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ തരം പോലെ മാറി കളിക്കുകയാണ്. ഷാനവാസ് ചില സമയത്ത് വലിയ നന്മവരാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്ന ടീംമേറ്റ്സിനിട്ട് എന്നാ പണിയാണ് കൊടുത്തത്? അവരെ പരീക്ഷിച്ചു. ശരിക്കും ഈ അനീഷിനെയൊക്കെ ഉപദേശിക്കാൻ ഷാനവാസിന് എന്താണ് ഇത്ര വ്യത്യാസം എനിക്കറിയത്തില്ല. ഇതിന് ശേഷം ഒരു കിച്ചൺ ഇഷ്യൂ.
ഷാനവാസ് ശരിക്കും അനീഷിനെ കിച്ചണിലിട്ട് പൂട്ടാനായിട്ടുള്ള ഒരു അവസരമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനീഷിനെ ഇപ്പോൾ കാണുന്നവനെല്ലാം ആ കിച്ചണിലിട്ട് പൂട്ടും. കാരണം അനീഷ് ആ കിച്ചണിൽ നിന്നിട്ട് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന അനീഷ് നെവിൻ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് അത് ശ്രദ്ധിക്കുന്നില്ല. ആളുകൾക്ക് ഇത്തിരി ചോറ് മാത്രം കൊടുത്ത് അനീഷ് വൈകിട്ട് ഒരു ബൗള് ചോറ് കളയാനെന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾ ഇടപെട്ടു. വൻ വിഷയം. അതിനിടയ്ക്ക് ഷാനവാസ് പക പോകുന്നത് പോലെ അനീഷിനെ പൊണ്ണൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്ത് വേടാണ്, എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് തെറിയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് മൊത്തത്തിലൊരു കൺഫ്യൂഷനുണ്ട്. ബോംബെയിൽ നിന്ന് വന്ന ഗിസേലിനടക്കം ഒരു കൺഫ്യൂഷനുണ്ട്. ഇതിനിടയിൽ അനീഷ് എന്തോ കറിയില്ലാണ്ട് ചോറ് കഴിച്ച് പ്രതിഷേധിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഈ ദിവസങ്ങളിൽ നെവിൻ്റെ ഭക്ഷണ കാര്യങ്ങൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതൊരു ഗെയിമാണ്. അയാൾ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഗെയിം കളിക്കുകയാണ്. വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സ്ത്രീ ജനങ്ങൾക്ക് മേക്കപ്പിൻ്റെ കാര്യത്തിൽ. മേക്കപ്പ് ഇടേണ്ട സാധനങ്ങളൊക്കെ ബിഗ് ബോസ് കൊണ്ടുപോയി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറക്കി മേക്കപ്പ് ഇടണം, എന്നാലും മേക്കപ്പ് ഇടാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും അവിടെ പെർഫോം ചെയ്യുന്നത്. ഉപ്പും പഞ്ചസാരയും മുളകും മല്ലിയും പേസ്റ്റും എല്ലാം മുഖത്ത് പരട്ടാനായിട്ടുള്ള മെഡിസിൻ ആക്കാനായിട്ടുള്ള സ്കില്ലുകളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കോമഡി നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അനിമോള് ഉപ്പെടുത്തുകൊണ്ട് പോകുന്നത്, എന്തൊരു സാധനം എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടിരുന്നു. പിന്നീടാണ് വളരെ ദൈർഘ്യമുള്ള അനിമോൾ ആൻഡ് ഗിസേൽ തമ്മിലുള്ള അലമ്പുണ്ടാവുന്നത്. എന്തോ ഈ ഫൗണ്ടേഷൻ തൂത്തതുപോലെയൊക്കെ ഉള്ള ഒരു ടിഷ്യൂ പേപ്പർ തെളിവായി ഉയർത്തിപ്പിടിച്ചാണ് അനു വാദങ്ങൾ ഉന്നയിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് അനു മേക്കപ്പ് കാണുന്നതാണ്, അപ്പോൾ അനുവിനറിയാം എന്നൊക്കെ അനു വാദിക്കുന്നുണ്ട്. എന്നാൽ ഗിസേൽ അതിനെ കംപ്ലീറ്റ്ലി എതിർക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് എതിർക്കുന്നത്, അത് ഉപയോഗിച്ചിട്ടില്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. ഗിസേൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ മേക്കപ്പുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ റൂൾ ബ്രേക്കിങ്ങോ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗിസേലിന് അവിടെ വലിയ പ്ലേസ് ഒന്നുമില്ല. നമ്മളിലും ഒരു ഇടം നേടാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ഗിസേൽ അറിഞ്ഞുകൊണ്ടല്ല എന്നുണ്ടെങ്കിലും ഗിസേലിൻ്റെ ആ ഒരു ഗെയിമോ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം ഒരു ഗെയിമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അനിമോളും ഗിസേലും അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഈ ഒരു സീസണിൽ ചില ഗുണങ്ങൾ ഉണ്ടാക്കും. ശരിക്കും അനിമോളും ഗിസേലും തമ്മിൽ അലമ്പുണ്ടാക്കാനായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്കിടയിൽ വലിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇപ്പോൾ ഗിസേൽ പറയുന്നത് അനിമോൾക്ക് കുശുമ്പായതുകൊണ്ടാണ്, അസൂയായതുകൊണ്ടാണ് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ അനിമോള് പറയുന്നത് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല, ഇയാൾ മാത്രം എന്തിനു ഇത് ഉപയോഗിക്കുന്നു, ബാക്കിയുള്ള ആളുകൾക്ക് ഗിസേലിനെ പേടിയാണ്, അങ്ങനെ ചില സൗകര്യങ്ങൾ ഇവർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സംഭവമാണ്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേന് ഇവർ തമ്മിൽ ബദ്ധശത്രുക്കളായിട്ട് മാറും. അല്ലെങ്കിൽ അനു ഏതെങ്കിലും സൈഡിൽ ഒതുങ്ങി പോവേണ്ട ഒരു വ്യക്തിയാണ്, ആളുകളൊക്കെ സേഫ് ഗെയിം എന്നൊക്കെ പറയേണ്ടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇതേ ആളുകൾ ബിഗ് ഗെയിമർ എന്ന് പറയുന്ന ഗിസേലിന് അനു ഒരു കോമ്പറ്റീഷനായിട്ട് അനു ഗിസേലിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഒരു പരിപാടി ഇതിങ്ങനെ അധികം ദിവസം പോയി കഴിഞ്ഞാൽ ബോറടിക്കും. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സംഗതി വേണം. അനീഷിൻ്റെ ഒരു രീതിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾ അതുമായി പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. പിന്നെ ഗിസേലിൻ്റെ മേക്കപ്പ് ഇതിപ്പം കുറച്ച് ദിവസമായി, കഴിഞ്ഞ ആഴ്ച അത് തന്നെയായിരുന്നു പ്രശ്നം. അതിങ്ങനെ പോകുന്നു. എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ബെറ്റർ ആകും എന്ന് വിചാരിക്കുന്നു. ലൈവൊക്കെ മുഴുവനായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത്തിരി വിരസമായിട്ടുള്ള സമയങ്ങളുണ്ട്. എപ്പിസോഡിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് പറ്റും, രസമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.